രേഖാചിത്രം ഹിറ്റടിച്ച് നിന്ന് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് ലോകമെമ്പാടുള്ളവർ ഏറ്റെടുത്ത് അടുത്തൊരു സൂപ്പർ സിനിമയിലേക്ക് വീണ്ടും വരുന്നു, മമ്മൂക്കാട് സിനിമയിലേക്ക്. എങ്ങനെയുണ്ട്? നമുക്ക് നല്ലതാണ്. ഇനി നിങ്ങളെങ്ങനെയാണെന്ന് പറയണം. ഉറപ്പായിട്ടും നമ്മൾ പറയുമല്ലോ. അതെ, ഈ ഒരു ജേർണി നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബസൂക്കയ്ക്ക് ശേഷമാണ് രേഖാചിത്രം ചെയ്യുന്നത്. അപ്പം അതിലും മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ട്. മമ്മൂട്ടി സാർ അല്ലെങ്കിൽ ആക്ച്വലി ആ പടം മമ്മൂട്ടി ചേട്ടൻ അല്ലെങ്കിൽ പടം ഇല്ല രേഖാചിത്രം. മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉള്ളതും മറ്റേത് മമ്മൂട്ടി സാറിന്റെ തന്നെ ആ സിനിമ ആവുന്ന സമയത്ത് വളരെയധികം സന്തോഷം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സാറിന്റെ അടുത്തൊരു സിനിമ കൂടി ആക്കിയാൽ എനിക്ക് ഹാട്രിക് അടിക്കാന്നുള്ളത്. 3 മമ്മൂട്ടി സാർ സിനിമയായിട്ടും എല്ലാം പ്ലാൻഡ് ആണ്. അടുത്ത ചാട്ട്, അടുത്ത മമ്മൂട്ടി സാറിന് ഹാട്രിക്, പിന്നെ അടുത്ത, അങ്ങനെ എല്ലാം പ്ലാൻഡ്. അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്. നിങ്ങളെ പോലെ തന്നെ എങ്ങനെ ഉണ്ടാവും പടം. കാരണം ഒപ്റ്റിമിസ്റ്റിക് ആയി ഡീൻ ചിന്തിച്ച് ചെയ്തൊരു സിനിമയാണ്. ഗെയിമിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് വൺ ഓഫ് ദി സ്റ്റൈലിഷ് മൂവീസ് ആയിട്ട് മലയാളത്തില് വരാൻ പോകുന്ന മമ്മൂട്ടി സാറിന്റെ ഒരു ബെസ്റ്റ് സിനിമയാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതാവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ സിംഗ് സൗണ്ട് ആദ്യമായിരിക്കുമല്ലോ അല്ലേ? അല്ല, മദനോത്സവം സിംഗ് സൗണ്ട് ആയിരുന്നു. അതിന് മുമ്പ് ഏത് പടമായിരുന്നു? മദനോത്സവം. മദനോത്സവത്തിലുണ്ടായിരുന്നു, അതിൽ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ ഇവിടെ സിംഗ് സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇല്ല. ഈ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ? ഇല്ലായിരുന്നു. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരെണ്ണുണ്ട്. അപ്പൊ മമ്മൂക്കാട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. മമ്മൂക്കാട് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയപ്പാടും ഒരു സ്നേഹത്തിന്റെ ഭയപ്പാടാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ ഓർക്കുവാണെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നു. ഓർക്കാൻ പറ്റില്ല. പുള്ളി വരുന്നു, നമുക്ക് സീൻ പറയാൻ പറ്റില്ല. ഞാൻ പരിചയപ്പെട്ടില്ല. പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ വേദനിക്കുന്ന കോടീശ്വര ശങ്കർദാസ് ഇതൊക്കെ ഇങ്ങനെ മുന്നിൽ വെക്കുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് എന്റെ കുട്ടി ശങ്കരൻ എന്നൊക്കെ പറയാൻ. പക്ഷെ ബാമ പറഞ്ഞ സീനില് ഞാൻ എനിക്ക് തോന്നുന്നു മാസ്ക് ആയെന്ന് തോന്നുന്നു അവിടെയുള്ള ആ സീനില്. എന്നിട്ട് മമ്മൂക്ക ചിമ്പൻ ബോഡി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അവളെ കാണുന്നില്ല, അത്രയും ശ്രദ്ധിച്ചു. അവളെ ഫ്രെയിമിൽ കിട്ടുന്നില്ല, നിന്റെ ചിമ്പൻ ബോഡി മാറ്റി വെക്കുന്നു. എന്താ പറയാ, വളരെ കൺസിഡറേറ്റ് ചെയ്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നൊരു ആളെത്തിയാണ്. അപ്പോ കണ്ടു. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ എന്തായാലും ആ ഒരു ഫിയറും സംഭവങ്ങളും ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ പുള്ളി അത് വളരെ ഈസിനെസ്സോടെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ച് ഭയങ്കര ചില്ലാക്കാൻ നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഒരു ഒപ്പം നിൽക്കുന്നതാണ് പുള്ളി അത്രയും കംഫർട്ടബിൾ ആക്കുക ഒരു ഹോൾ ടീം. ഈ സിദ്ധാർത്ഥ പറഞ്ഞൊരു മമ്മൂക്കാനെ കുറിച്ചാണ് നമ്മൾ ഈ സിനിമയും മമ്മൂക്കായെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കും. നമുക്ക് എന്തോരം പറഞ്ഞാലും മമ്മൂക്കാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരില്ല. എത്ര എപ്പിസോഡ് പോയാലും അതിനെ കുറിച്ച് പറയാനുണ്ടാവും. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ പല ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ, പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വേഷങ്ങളിലൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സിദ്ധാർത്ഥിന് കിട്ടുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. ഈ അന്നത്തെ കാലഘട്ടത്തിൽ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. അമ്മയുണ്ടായിരുന്ന ഒരു യാത്രയും അമ്മയില്ലാത്തൊരു യാത്രയും കൂടുതൽ സിനിമയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കൂടെ ഒക്കെ യാത്രയാണ്. അമ്മ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഇങ്ങനെ വേറെ വേറെ ആളുകളുടെ കൂടെ യാത്ര ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ സിദ്ധാർത്ഥ് ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയില്ല. ബിക്കോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റിയാലിറ്റിയിൽ അമ്മയില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ പിന്നെയും ഞാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാം. അമ്മയില്ല, അച്ഛനും ഇല്ല എന്നുള്ള അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ പേഴ്സണൽ ജേർണിയാണ്. അതിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല ഇപ്പോൾ. സോ ഐ എം ഹിയർ. അമ്മയിൽ നിന്നും പല കാര്യങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളും ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പോയിട്ടുണ്ടല്ലേ. ഇപ്പോഴുള്ള യാത്രയിൽ ഈ പറഞ്ഞ അമ്മ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കാറില്ലേ? ഒരു ലൊക്കേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിന്റെ സാധനം ഞാൻ നിദ്ര ചെയ്യുന്ന സമയത്ത്, അമ്മ അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ഒരു പെർഫോമിങ് ടേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യം പറയണം. യു ഡു ഹൗ മെനി റിഹേഴ്സൽസ് യു വോണ്ട്, ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ്, ബട്ട് ഡു ടേക്ക് 1-2 ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ചെയ്യില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ വന്നത് വീണ്ടും വരണം എന്നില്ല. സോ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സാധനം. അത് ഞാൻ ഇന്ന് വരിക്കും ഞാൻ ചെയ്യുന്ന സിനിമകളിൽ അത്തരം റിഹേഴ്സൽസ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ദ ഫോക്കസ് പുള്ളർ, ഐ ഗിവ് എം എ റിഹേഴ്സൽ ഓഫ് വെയർ മൈ ആർട്ടിസ്റ്റ് കംസ് ആൻഡ് സ്റ്റാൻഡ്സ് ആൻഡ് ഓൾ. കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടേക്കിലേക്ക് പോവുക. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് 2 ടേക്കിൻ്റെ മുകളിൽ പോകാറുമില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ വെൻ ഐ എം ഗോയിങ് ദർ ഐ വിൽ ട്രൈ ആൻഡ് പുഷ് ഇറ്റ്. റിഹേഴ്സൽ ഇത് ചെയ്ത് മനസ്സിലാക്കി തന്നെ. അത് മമ്മൂക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ റിഹേഴ്സൽസിൻ്റെ വാല്യൂം, ഹൗ ഹീ ഈസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് മനസ്സിലാവും. സോ ഐ സ്റ്റിൽ
ഫോളോ ദാറ്റ്. കൃത്യമാണ്. അന്നത്തെ ഓർമ്മയിൽ നിന്ന് അന്നൊന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾക്കത് തിരിച്ചറിഞ്ഞത് തന്നെ. നമ്മൾ മേ ബി അത് ആലോചിക്കുക പോലും ഇല്ല അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു. ദെൻ വി സ്റ്റാർട്ടഡ് ഫോളോയിങ് ഇറ്റ്. എന്ന് 2011 കണ്ട് പറഞ്ഞത് 15 കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല, അത് വലിയൊരു കാര്യം. എല്ലാവർക്കും ഒരു മാതൃകയാണല്ലോ അത്. അതെ, ഇപ്പം സിദ്ധാർത്ഥ് പറയുമ്പോൾ ഇവർക്കും ഒരു മാതൃകയാണ്, കേട്ടിട്ടില്ല ഇവർക്കും ഒരു മാതൃകയാണ്. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ വരുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഒരു മാതൃക പോലെയാണല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞത്. അന്ന് 2010 അമ്മ പറഞ്ഞത് അതിപ്പോഴും ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാവുന്ന ഒരു സംഭവമാണ്. ഈ മമ്മൂക്ക ആ ഗ്രൂപ്പിൽ ഉണ്ടായ എല്ലാ ആക്ടേഴ്സും, മമ്മൂക്ക, ലാലേട്ടൻ, മുകേഷ് ഏട്ടൻ, എവ്രിബഡി വി ആർ ഹാവിങ് ദിസ് എന്നുള്ളത് നമുക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഈ ഫിലിമിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നപ്പോൾ എവ്രിബഡി അപ്രോച്ച്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇപ്പം ഞങ്ങളുടെ ജനറേഷനിലോ അല്ലെങ്കിൽ ഞങ്ങൾ താഴെയുള്ള ജനറേഷനോ ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യണത്. ദിൽ ട്രൈ ആൻഡ് ഡു ഇറ്റ്. അത് അവരെ കുറ്റം പറയണമല്ല കേട്ടോ, അവർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനത് 2011 അമ്മയുടെ കൂടെ വർക്ക് ചെയ്യണവരെ ഞാനത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ അതെ അതെ. ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. സോ ജസ്റ്റ് ദ സെയിം. അല്ല, ഇത് പറയുമ്പോഴാണ് സിദ്ദീഖ് ഖാനെ കുറിച്ച് പൊതുവെ സിദ്ദീഖ് ഖാൻ ഒന്ന് മാറി ജസ്റ്റ് സ്ക്രിപ്റ്റ് ഒന്ന് നോക്കുന്നതല്ലാതെ ഒന്ന് വായിച്ചു നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലേ? അതിലങ്ങ് ശക്തിയും ഭയങ്കരമായിട്ടാണ്. ആൻഡ് ആ സീനിലേക്ക് അദ്ദേഹം വരുന്നതും വല്ലാത്തൊരു, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ. അതെ, ഈ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണം, എന്ത് പോസ് എവിടെ, അതൊക്കെ അതിൻ്റെ ഇടയിൽ ഡിസൈൻ ചെയ്ത് അവരത് ഒറ്റ ഷോട്ടിൽ വേണമെങ്കിൽ തരും. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ മാറി എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് നോക്കുന്നതല്ലാതെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ മമ്മൂക്കയിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിലൊക്കെ പുള്ളി വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതുണ്ട് കയ്യിൽ, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഒറ്റ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ പ്രിപ്പറേഷനൊക്കെ എപ്പോഴാണെന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. ഇപ്പം ഞാൻ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ നമ്മളൊക്കെ ലൈൻസ് കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു പ്രിപ്പയർ ചെയ്യണതാണ്. പുള്ളി അങ്ങനെ ചെയ്യുന്ന കാണുന്നില്ല നമ്മൾ. ഇല്ല, മറ്റേ കാരവനിൽ നിന്ന് ഇറങ്ങി ഒരു ഇതൊന്ന് നോക്കുക, ഓക്കെ റെഡി, പുള്ളി അതൊക്കെ ചെയ്യും. പ്രിപ്പറേഷൻ എവിടെയാണ് നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരവനകത്തോ പുള്ളിയുടെ പേഴ്സണൽ സ്പേസിലോ നടക്കുന്നുണ്ടോ? അതുകൊണ്ടല്ല അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ. എക്സാക്ട്ലി ഇത്ര കാലം കഴിഞ്ഞും ദേ ആർ ഡൂയിങ് ഇറ്റ്. ആ ഇത് നമ്മളെല്ലാവരും യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇംബൈബ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ അച്ഛനുള്ള സമയത്ത് പല സിനിമകളിലെ ലൊക്കേഷനിലും പോയിട്ടുണ്ട്, ഓർമ്മകളുണ്ടല്ലോ. അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ സ്ക്രിപ്റ്റുകൾ ഈ പറഞ്ഞ വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും നോക്കി പോകുന്നല്ലോ. അപ്പം അച്ഛൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കിടക്കുവാണ് അല്ലേ, അച്ഛന് ഒരു ഐഡിയ കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു അച്ഛൻ പിന്നീട് നിങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഓർത്തെടുക്കുകയാണെങ്കിൽ കുറേ ആർട്ടിസ്റ്റുകളുടെ പേര് അച്ഛൻ പറയാറുണ്ടോ? അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ആരെ പറയായിരുന്നു? അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ പേര് ഇപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാനുള്ള അങ്ങനെ ഡാഡി കൂടുതലും വീട്ടിൽ വരുമ്പോൾ ഫാമിലി കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മാനാണ്. കാര്യം സിനിമ വേറെ ഫാമിലി വേറെ അങ്ങനെ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഡാഡി. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയും. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ ഒരു 3-4 പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്കിരുന്ന് അങ്ങ് ഫുൾ പഠിച്ച് അങ്ങ് അലക്കും എന്ന് പറയണം. അതൊക്കെ പുള്ളിയുടെ ഒരു പ്രത്യേക. പിന്നെ പുള്ളി ഒരു ഇത് കാരണം പുള്ളിക്ക് ആ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പുള്ളി അത് പെർഫെക്റ്റായിട്ട് പറയും. അതും ക്ലാരിറ്റിയോടെ പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് ചേട്ടൻ. അതുപോലെ ഇപ്പോൾ സിദ്ദീഖ് പുള്ളിയും ഡയറക്ടറെ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദീഖ് ഇതുപോലെയൊക്കെ തന്നെ. ഭയങ്കര പുള്ളിയും ഇതാണ് ഭയങ്കര അവർക്കൊക്കെ ഒരു ഏജാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ ഉള്ള പണ്ട് തൊട്ടേ സിദ്ദീഖ്. അതാണ് ഇപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിദ്ദീഖ് ഇപ്പോഴും ഒരു പൈനിയേഴ്സായിട്ട് നിൽക്കുന്ന മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ സിദ്ദീഖ് എന്തായാലും വരും ഇപ്പോൾ. അപ്പോൾ അത് അങ്ങനെ വന്ന് പറയാറുണ്ട്. ഇങ്ങനെ ചില ആർട്ടിസ്റ്റുകൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ചില പടങ്ങളിൽ കാണിക്കുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.